ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു കാര്യം സത്യം പറഞ്ഞു. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതെ, ഞങ്ങളത് ഉറക്കെ പറയുകയാണ്. LDFിൻ്റെ നയമല്ല UDFിൻ്റെ. ഇപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരളം PM-3 പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്നാണ്. കേരളം ഈ പദ്ധതി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നയാ പൈസ പോലും ഇതിനായി വാങ്ങിയിട്ടില്ല. PM-3 പദ്ധതി നടപ്പാക്കുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. 1, ധാരണാപത്ര ഒപ്പിടൽ. 2, യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. 3, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി 265 എണ്ണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കണം. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കുവാൻ സാധ്യമാകും. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യ ഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്. ഇത് PM-3 ഫണ്ട് അല്ല. ഈ തുക വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ആയിരുന്ന റീഇംബേഴ്സ് തുകയിൽ നിന്ന് കേന്ദ്രം അഡ്ജസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ട് നിശ്ചയിച്ചപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആനുകൂല്യങ്ങൾ നൽകിയത്. ഇതാണ് സത്യമെന്നിരിക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് PM-3 പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് ഇവർ സ്വീകരിക്കുന്നത്. സംഘപരിവാർ അജണ്ടകൾക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കീഴ്പ്പെട്ട് കഴിഞ്ഞുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. PM-3 ധാരണാപത്രം മരവിപ്പിച്ചുവെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർ നടപടികളില്ലാതിരുന്നത്. അതുവരെയാണ് LDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെയാണ് PM-3 പദ്ധതിയിൽ ചേരുവാനുള്ള UDF ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് LDFിൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിലെ ഒപ്പിട്ടത് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. PM-3 പദ്ധതി നടപ്പിലാക്കുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1, ധാരണാപത്രം ഒപ്പിടൽ. അത് ചെയ്തു. 2, യുഡൈസ് പ്ലേസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക. അത് ചെയ്തിട്ടില്ല. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം ഈ സ്കൂളുകളെ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അത് ചെയ്തിട്ടില്ല. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കേരളത്തെ സംബന്ധിച്ച് പരമാവധി 265 എണ്ണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കണം. ചെയ്തിട്ടില്ല. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമാണ് ഒരു പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത്. പ്ലാൻ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടില്ല. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സെക്രട്ടറിയും രേഖാമൂലം തന്നെ അവർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്നീടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ഈ SSKയുടെ ഫണ്ട് ചർച്ച ചെയ്തത്. SSKയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തരേണ്ടത് സമഗ്ര
ശിക്ഷ കേരളയുടെ 92,41,00,000 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അത് PMC ഫണ്ട് അല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞത് PMC ഫണ്ട് അല്ല. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം മാൻഡേറ്റ് ആയിട്ട് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട ഫണ്ടാണ്. നമ്മൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി 92,41,00,000 രൂപ നമുക്ക് കിട്ടിയത്. അത് PMC ഫണ്ടേ അല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ടിയിരുന്ന റീഇംബേഴ്സ്മെൻറ്റ് തുകയിൽ നിന്നാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വസ്തുത ഒന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ സ്കീമിന് കാലാവധിയുള്ളൂ. നമ്മൾ ഒന്നാം റൗണ്ടിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുള്ളതല്ലാതെ അല്ലാതെ വേറെ ഒരു ആ MOUയിൽ നിന്ന് ഞങ്ങൾ കെപ്റ്റിൻ അബൈൻസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്നുള്ള രേഖയും കൊടുത്തിട്ടുള്ളതല്ലാതെ PMC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇടപാടുകളും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ള വിവരം ഞാൻ തീർത്തും പറയുകയാണ്. അതെ, സംസ്ഥാന ഗവൺമെൻറ് എന്ത് തീരുമാനമാണ് എടുക്കുക? സംസ്ഥാന ഗവൺമെൻറ്റിലെ ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ NEP കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നമ്മൾ നടപ്പിലാക്കിയില്ലല്ലോ. NEPയുടെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ പകരം പാഠപുസ്തകം നമ്മൾ ഇറക്കി കൂട്ടിലെ പഠിപ്പിച്ചല്ലോ. അപ്പോൾ അക്കാഡമിക് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നവുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരു വർഷമൊക്കെയാണ് ഈ പ്രോജക്റ്റ്. നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ അടിസ്ഥാന സൗകര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അക്കാഡമിക് കാര്യങ്ങൾ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ് നയത്തെ ശക്തമായി എതിർക്കുകയാണ്. ഇപ്പോൾ ഒരു ന്യായം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ രൂപ വാങ്ങിയെന്നുള്ളത്. അത് ആ രൂപയേ അല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും മാൻഡേറ്റായിട്ട് കൊടുക്കേണ്ട കാശാണ് നമ്മൾ ശബ്ദമുയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം തരാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ കോടതി പോകുന്ന നിലയിലേക്ക് വന്നു. കോടതി പോയി കഴിഞ്ഞാൽ അപ്പോൾ തീരുമാനമാകുമെന്ന് അറിയാവുന്ന കേന്ദ്ര ഗവൺമെൻറ് പൈസ തന്നു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ ആയുധമാക്കുന്നതേ അങ്ങ് മന്ത്രിയായിരുന്ന സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നില്ലേ? അന്ന് പറഞ്ഞതൊക്കെയാണ് പറയുന്നത്. അതിനെന്താ മറുപടി? എന്തെങ്ങനെ മനസ്സിലായില്ല? ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് പ്രശ്നമെന്ന് അങ്ങ് ഈ PMCയുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടത്തിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അതിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പാഠപുസ്തകത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പാഠപുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് വെച്ചിട്ടുള്ള MOU ഞാൻ നിങ്ങളെ പത്രക്കാരെ കാണിച്ചു, അതിൻ്റെ കോപ്പി കാണിച്ചു. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വാസുകി ഈ പദ്ധതി സംസ്ഥാന ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം നിർത്തിവെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട്. എന്താ NEPയുടെ ഭാഗമാണല്ലോ ഇത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ കൂട്ടായി ആലോചിച്ച് പറയേണ്ടതാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറയേണ്ടതില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലാണല്ലോ എൻ്റെ നിലപാട് ഇപ്പം പറഞ്ഞത്. ഞാൻ ആ നിലപാടിനോട് നിൽക്കുന്ന എല്ലാവരോടും യോജിക്കും. ഏതാ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഘടകകക്ഷികൾ തമ്മിലൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കിയതും നടപ്പിലാക്കാത്തതും ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ സത്യം മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ശരിയും തെറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു മുന്നണി സംവിധാനം ആകുമ്പോൾ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഹാരം കാണും. നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ തന്നെ നമ്മൾ തമ്മിൽ നമ്മുടെ വീടുകളിൽ തന്നെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അതെല്ലാം നമ്മൾ ഇരുന്ന് സംസാരിച്ച് പോകുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഒരു വീട്ടിലെ ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കാർ കൂട്ടിക്കൊണ്ടാണ്. സൗന്ദര്യപ്പണക്കം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഒരു പിണക്കത്തിന് കാര്യമില്ലല്ലോ. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ.